നിങ്ങളുടെ ഇഷ്ട പരമ്പരകൾ എക്സ്ക്ലൂസീവായി സൺ നെക്സ്റ്റ് ആപ്പിലൂടെ തികച്ചും ഫ്രീ ആയി ഇപ്പോഴേ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. എക്സ്ക്യൂസ് മീ, ശരണി ചേച്ചിയുടെ ഫ്രണ്ട് അല്ലേ? അതെ, എന്താ വേണ്ടത്? ശരണ്യച്ചോട് നേരിട്ട് പറയാൻ ബുദ്ധിമുട്ടുള്ളൊരു കാര്യമായിരുന്നു. ചേച്ചി ദേഷ്യപ്പെടുന്നൊരു പേടി. കാര്യം എന്താന്ന് വെച്ചാ പറ. എനിക്ക് സ്വന്തമായിട്ടൊരു ചേച്ചിയില്ല, സഹോദരങ്ങളുമില്ല. ഒരു ചേച്ചിയുടെ സ്നേഹവും പരിഗണനയും എനിക്ക് തന്നത് ശരണ്യച്ചിയാണ്. ഒരു മഹാവിപത്തിൽ നിന്റെ എല്ലാ തെറ്റുകളും പുറത്ത് എന്നെ രക്ഷിച്ചുകൊണ്ടുവന്നാളാ ശരണ്യച്ചി. ആ ശരണ്യച്ചിയെ ചേച്ചി എന്നല്ലാണ്ട് മറ്റെന്താ വിളിക്കുക? വിവേകിന്റെ ഈ വിളി ശരണ്യ സ്വീകരിക്കും, നിന്നെ സഹോദരനായിട്ട് അംഗീകരിക്കുകയും ചെയ്യും. ലോകത്തെ ഏറ്റവും അധമോ നീചവുമായ തൊഴിൽ ചെയ്തവനാണോ നീയെന്ന് എനിക്ക് സംശയം തോന്നുന്നു. സംശയിക്കണ്ട, ഞാൻ അങ്ങനെ ഒരുത്തനായിരുന്നു. സാഹചര്യങ്ങളും കൂട്ടുകെട്ടുകളായിരുന്നു എന്നെ അങ്ങനെ ആക്കി തീർത്തത്. കൂട്ടുകെട്ടുകൾ എങ്ങനെയുള്ളതായാലും നമ്മൾ നമ്മളെ തന്നെ വിവേകപൂർവ്വം നേരായ വഴിയിലൂടെ നയിക്കുമ്പോഴാണ് സംസ്കാരം എന്നൊന്നും ഉണ്ടാകുന്നത്. അനുഭവങ്ങളിലൂടെ വിവേകിനിപ്പോ അത് മനസ്സിലായി കാണുമെന്നാ ഞാൻ കരുതുന്നത്. തീർച്ചയായും. ഞാൻ ഇത്രയും നാളും ജീവിച്ച ജീവിതത്തിന് ഇനിയുള്ള എന്റെ ജീവിതം കൊണ്ട് ഞാൻ പ്രായശ്ചിത്തം ചെയ്യും. വിവേകിന്റെ ഈ പശ്ചാത്താപം കാണുമ്പോ സന്തോഷവും സങ്കടവും ഒക്കെ തോന്നുക. ആ ദിവസങ്ങളിൽ ശരണ്യയുടെ കുടുംബം ഒരു തീരാ നരകത്തിലൂടെയാണ് കടന്നുപോയത്. അമ്മ ജയിലിൽ, അനിയത്തി ഭയാനകമായ ഒരു അനുഭവത്തിന്റെ ആഘാതത്തിൽ സമനില തെറ്റിയ നിലയിൽ, മുത്തച്ഛൻ എല്ലാ ദുരിതങ്ങളുടെയും വേദന മനസ്സിൽ പേറി ഉള്ളലിഞ്ഞുരുകി എല്ലാം നേരെയാകുന്ന ദിവസവും കാത്ത് പ്രാർത്ഥനയിൽ, കൊച്ചനിയൻ സംഭവിച്ചതെന്തെന്നറിയാതെ ആകെ വിഷാദനായി ഷാട്ടിയും കരച്ചിലുമായി അടച്ചിട്ട മുറിയിൽ. എങ്ങനെയൊക്കെയാണ് അവർ ആ ദിവസങ്ങൾ കഴിച്ചുകൂട്ടിപ്പോയതെന്ന് ഓർക്കുമ്പോ തന്നെ ഒരു നടുക്കമാണ് ഉള്ളിൽ. അന്ന് ഞാൻ ആ വീട്ടിൽ ചെന്നത് ആവശ്യപ്പെട്ടിടത്തോളം ഇല്ലെങ്കിലും പകുതിയോളം തുക നേടിയെടുത്ത് മടങ്ങാമെന്ന ഉദ്ദേശത്തോടെ തന്നെയായിരുന്നു. ഓർക്കപ്പുറത്ത് കിട്ടിയ നീരജിയുടെ കൊത്ത് അതെന്റെ കണ്ണു തുറപ്പിച്ചു. അതൊരു ഭാഗ്യ നിമിഷമാണെന്ന് ഇപ്പോ എനിക്ക് തോന്നുന്നു. എത്ര നല്ലവളാണ് നീരജ. പണത്തിനു വേണ്ടി അമ്മയെ ബുദ്ധിമുട്ടിക്കാൻ അവളെ ശ്രമിച്ചതേലല്ലോ. അമ്മ വളർത്തിയ മക്കൾ അവരെല്ലാവരും. മക്കൾക്ക് വേണ്ടിയാ അമ്മ ഓരോ നിമിഷവും ജീവിക്കുന്നത്. നീരജ എന്നെ സ്നേഹിച്ചത് വളരെ ആഴത്തിലും ആത്മാർത്ഥയോടെയായിരുന്നു. അതറിയായിരുന്നിട്ടും എന്റെ സ്വാർത്ഥത കാരണം ഞാനതൊന്നും കാര്യമായിട്ടെടുത്തില്ല. വിയർപ്പ് മുട്ടിക്കുന്ന കുറ്റബോധമുണ്ട് എനിക്ക്. പക്ഷെ ഇനി അതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. മനസ്സ് നിറഞ്ഞൊരു മാപ്പ് പറയാനുള്ള അവസരം പോലും എനിക്കിനി കിട്ടുമെന്ന് തോന്നുന്നില്ല. പക്ഷെ ഒന്ന് ഞാൻ ഉറപ്പിച്ച് പറയാം, ഒരവസരം ഉണ്ടായാൽ ആ കുടുംബത്തിന് വേണ്ടി മരിക്കാൻ പോലും ഞാൻ തയ്യാറാവും. വേണ്ട വിവേക്, മറ്റാർക്കെങ്കിലും വേണ്ടി ജീവിക്കുകയാണ് വേണ്ടത്. നീരജ പോലീസിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടിയാണ് ഈ നാട്ടിൽ നിന്ന് പോയത്. ബാംഗ്ലൂരിലേക്ക് പറഞ്ഞയച്ചത് അവളെ. അവിടെ അവള് സുരക്ഷിതയായിരിക്കില്ലെന്ന് തോന്നിയപ്പോഴാ ഒരു ജോലി തരപ്പെടുത്തി അവളെ ദുബായിലേക്ക് അയക്കാൻ തീരുമാനിച്ചത്. ഇനി ദിവസങ്ങൾക്കുള്ളിൽ അവള് ദുബായിലേക്ക് പുറപ്പെടും. ഞാൻ ഒളിവിൽ നിന്ന് പുറത്തുവന്നോടെ നീരജയ്ക്കെതിരുള്ള കേസിന്റെ പ്രസക്തിയില്ലതായില്ലേ? നീരജയ്ക്ക് ഇനി പോകാതിരുന്നൂടെ? എന്തിനാ പോകാതിരിക്കുന്നത്? അവൾക്കിപ്പോ വേണ്ടത് പുതിയൊരു അന്തരീക്ഷവും ലോകവുമാണ്. അവൾ അനുഭവിച്ച മാനസിക യാതനകൾക്കെല്ലാം ഇത് നല്ലൊരു പരിഹാരമാണ്. നീരജ സത്യസന്ധമായിട്ടാണ് നിന്നെ പ്രണയിച്ചത്. നീ അവളെ കൊണ്ട് ചെയ്യിച്ചത് പകയും പ്രതികാരവും. കാലം എല്ലാ തെറ്റുകളും പൊറുക്കുമെന്ന് വിശ്വാസം ഉണ്ടെങ്കിൽ നിനക്കിനി അവളെ കാണാൻ പറ്റും. ശരി, ഞാൻ പോട്ടെ. എന്താണ് മാഡം അത്യാവശ്യമായിട്ട് ഇങ്ങോട്ട് വരണമെന്ന് പറഞ്ഞത്? കമ്പനിയിലേക്ക് വരാതെ? കമ്പനിയിലേക്ക് വന്നാ പെട്ടെന്ന് എനിക്ക് തിരിച്ചു പോരാൻ കഴിയില്ലല്ലോ. എനിക്ക് അത്യാവശ്യമായിട്ടൊരു ട്രിപ്പുണ്ട്. എനിക്കും കുറച്ച് തിരക്കുണ്ടായിരുന്നു, പെട്ടെന്ന് തിരിച്ചു പോണം. എന്നെ തിരക്കി അവിടെ ആരെങ്കിലും വന്നിരുന്നോ? ആരെങ്കിലും വന്നതായിട്ട് എനിക്കറിയില്ല മാഡം. അല്ല, വല്ല ഓഫീസേഴ്സോ മറ്റോ? ഇല്ലെന്നാണ് തോന്നുന്നത്. റിസപ്ഷനിസ്റ്റിനോട് ചോദിച്ചാൽ അറിയാമല്ലോ. അത് വേണമെന്നില്ല, ഞാൻ വിവരം അറിയാൻ വേണ്ടി ചോദിച്ചെന്നേ ഉള്ളൂ. പറയൂ മാഡം, ഞാൻ എന്താ ചെയ്യേണ്ടത്? കമ്പനിയുടെ ബിസിനസ് കാര്യമായിട്ടുള്ള ട്രിപ്പാണ്. ഒരു 10 lakhs ക്യാഷ് ആയിട്ട് എന്റെ കയ്യിൽ വേണം. അത് മെയിൻ അക്കൗണ്ടിൽ നിന്ന് ആ എമൗണ്ട് വിഡ്രോ ചെയ്തങ്ങ് എടുക്കണം.
അത് സാധിക്കുമെന്ന് തോന്നുന്നില്ല മാഡം. സാധിക്കാതിരിക്കാൻ എന്താ ഇപ്പൊ കാരണം? പാർട്ട്നേഴ്സ് ഒപ്പിട്ട ചെക്കുകളൊന്നും നിലവിൽ എന്റെ കയ്യിലില്ല. അക്കൗണ്ടന്റിന് ഒപ്പിടാൻ ബുദ്ധിമുട്ടുണ്ടോ? എന്റെ ഒപ്പ് മാത്രം ഇട്ടാൽ ചെക്ക് വാലിഡ് ആവില്ലല്ലോ. തന്റെ ഒപ്പ് കൂടി ഇട്ടാൽ വാലിഡ് ആവുമല്ലോ. മാഡം എന്താ ഉദ്ദേശിക്കുന്നത്? പാർട്ട്നേഴ്സ് 2 പേരും ഒപ്പിട്ട ചെക്ക് ഞാൻ തന്നെ ഏൽപ്പിക്കാം. തന്റെ ഒപ്പ് കൂടി ഇട്ട് പണം വിഡ്രോ ചെയ്യാമല്ലോ. അതെങ്ങനെ ശരിയാവും മാഡം? പാർട്ട്നേഴ്സിൽ ഒരാൾ പോലും അവൈലബിൾ അല്ലാത്ത സ്ഥിതിക്ക്. അവർ 2 പേരും സ്ഥലത്തുണ്ടാവണമെന്ന് എന്താ ഇത്ര നിർബന്ധം? അവരൊപ്പിട്ട ചെക്കുകളല്ലേ വേണ്ടൂ? എന്റെ സാന്നിധ്യത്തിൽ അവർ ഒപ്പിട്ട് തന്നാൽ എനിക്കത് ധൈര്യപൂർവ്വം ചെയ്യാമായിരുന്നു. ഇതിപ്പോ അപ്പോ നിങ്ങൾക്ക് എന്നെ വിശ്വാസം ഇല്ലെന്നല്ലേ ആ പറഞ്ഞതിനർത്ഥം? അങ്ങനെ ഒരർത്ഥം അതിന് കൽപ്പിക്കേണ്ടതില്ല. എന്റെ വിശ്വാസ്യത എനിക്ക് കാത്തു സൂക്ഷിക്കണം. കമ്പനിയുടെ അക്കൗണ്ട്സ് ഓഫീസറായ ഞാൻ നേരിട്ടല്ലേ നിങ്ങളോട് ഇത് ആവശ്യപ്പെടുന്നത്. നിങ്ങളുടെ വിശ്വാസ്യതയ്ക്ക് എന്ത് കോട്ടം വരാനാ? എങ്കിൽ മാഡത്തിന് തന്നെ നേരിട്ട് നിർവഹിക്കാമല്ലോ. ഞാൻ അതിന്റെ സിഗ്നേച്ചറി അതോറിറ്റി അല്ലാതായിപ്പോയി. അല്ലായിരുന്നെങ്കിൽ ഇതിനു വേണ്ടി നിങ്ങളുടെ മുന്നിൽ ഞാൻ വരേണ്ടതില്ലായിരുന്നു. കമ്പനിയുടെ ചെക്കുകൾ അലക്ഷ്യമായി കൈകാര്യം ചെയ്തതിന്റെ ഫലമാണിപ്പോ സാമ്പത്തിക നില അവതാളത്തിലായത്. രവിചന്ദ്രൻ സാർ മാത്രം ഒപ്പിട്ട് കൊടുത്ത പല ചെക്കുകളാണ് ബൗൺസ് ആയത്. ഇപ്പൊ കേസായി നിയമ നടപടികൾ നേരിടുകയാണ്. ആ കേസിലാണല്ലോ രവിചന്ദ്രൻ സാറ് റിമാൻഡിലായിരിക്കുന്നതും. അതില് നിങ്ങൾ ഇത്ര വേവലാതിപ്പെടുന്ന എന്തിനാ? നിങ്ങൾ നിങ്ങളുടെ ജോലി മാത്രം ചെയ്താൽ മതി. ഇതിനും അപ്പുറത്തും നിങ്ങൾ വല്ല ചാരപ്പണിയും ചെയ്യുന്നുണ്ടോന്ന് എനിക്കിപ്പോ സംശയം തോന്നുന്നുണ്ട്. മേഡത്തിന് അങ്ങനെ ഒരു സംശയം തോന്നുന്നത് എന്റെ കുറ്റമല്ല. എന്റെ ജോലി ഞാൻ കൃത്യമായിട്ട് ചെയ്യുന്നുണ്ട്. സ്ട്രെയിറ്റ് ഫോർവേഡായിട്ട് എന്ത് കാര്യവും ഞാൻ ചെയ്യുള്ളൂ. അതൊരനുസരണക്കേടാണെന്ന് തോന്നിയ ഞാനത് കാര്യമാക്കുന്നില്ല. വളരെ സ്ട്രെയിറ്റ് ഫോർവേഡായിട്ട് ഒരു കാര്യം ചെയ്യാനാണ് ഞാൻ നിങ്ങളോട് ഇപ്പൊ ആവശ്യപ്പെട്ടത്. 2 പാർട്ട്നേഴ്സ് ഒപ്പിട്ട ചെക്ക് ഞാൻ നിങ്ങളെ ഏൽപ്പിക്കുകയാണ്. പണം വിഡ്രോ ചെയ്ത് എന്നെ ഏൽപ്പിക്കുക. സോറി മാഡം, സാധ്യമല്ലത്. ഇതിനൊരു മാറ്റവും ഇല്ല? ഇല്ല, സോറി. ആ പിന്നെ എന്നെ ധിക്കരിച്ചതിനുള്ള ഭവിഷ്യത്ത് നിങ്ങൾ അനുഭവിക്കേണ്ടി വരും. താങ്ക് യു മാഡം.